ഹലോ ഗായ്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോണതേ നമുക്ക് ജീരക മൈലാഞ്ചി ഉണ്ടാക്കാം. എന്തായാലും പെരുന്നാളല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് നെയിൽക്കോൺ ഇടാൻ വേണ്ടിയിട്ട് ജീരക മൈലാഞ്ചി ഉണ്ടാക്കാം കേട്ടോ. അതിനാവശ്യമായത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ജീരകം 3 സ്പൂണ്, ചെറിയ ജീരകമാണ് കേട്ടോ, അതൊരു 3 സ്പൂൺ ഇടാം. 1 2 3 അപ്പം അത് മതി. ഇനി നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ചായപ്പൊടി വന്നിട്ട് അതൊരു 3.5 സ്പൂൺ കേട്ടോ. 2 3 കേട്ടോ, 3.5 സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് ഒരു 2 രൂപൻ്റെ ബ്രൂ ഇട്ട് കൊടുക്കാം കേട്ടോ. ബ്രൂ പൗഡറാണ്, കുറച്ചുണ്ടാക്കുന്നത് കൊണ്ട് അത് മതി. ഇനി അടുത്തത് മെയിനായിട്ട് വേണ്ടത് പഞ്ചസാരയാണ്. നമുക്കൊരു 3 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. 2 3 4 സ്പൂൺ ഇട്ട് കൊടുത്തു കേട്ടോ പഞ്ചസാര. ഇനി ഇതിന് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാം. കടുക് വറ നല്ല ഇത് മിക്സിങ് ആണ്. ഇത് നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്തു. ഇനി ഇതിന് പണിയുണ്ട്. ഇനി ഇതിന് നമുക്ക് ഒരു പഴയൊരു പാത്രം, ഇത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ, പുറത്തൊന്നും ഞാൻ കൊടുക്കില്ല, ഞാൻ തന്നെ ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. പാല് കാച്ചിയപ്പോൾ അങ്ങോട്ട് കരിഞ്ഞങ്ങോട്ട് പോയി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, നമുക്കിന്ന് മൈലാഞ്ചി ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എടുത്താണ് കേട്ടോ. ഇനി ഇതിൽ നമുക്കൊരു കല്ല് വെച്ച് കൊടുക്കുക സെൻറ്ററിൽ. ഇതിന് നമുക്ക് ചുറ്റിട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം പാടയിട്ടുള്ള കല്ലാക്കൂടയോന് എല്ലാവർക്കും കാരുണ്യമേകുന്നോന് എൻ്റെ ചെല്ല ചേലായ തമ്പുരാനേ, എല്ലാം പാടയിട്ടുള്ള കല്ലാക്കൂടയോനെ. ഇനി നമുക്ക് ഇതിനെ കഴുകിയിട്ട് വരാം. ഇതാണില്ലേ ഈ പാത്രം, ഈ കല്ലിന് മേലെ വെച്ചു. കേട്ടോ. നമുക്ക് ഈ പാത്രം പാകമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് കഴുകിയിട്ട് വരാം. ഇനി ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം കേട്ടോ. ഇതിന് മൂടി വയ്ക്കാം. ഇങ്ങനെ കറക്റ്റായിട്ട് ഫിറ്റായിട്ടിരിക്കണം കേട്ടോ. ഇത് ഫിറ്റായിരുന്നാലാണ് എയർ പുറത്തേക്ക് പോവാതെ നമുക്ക് നിറയെ ലിക്വിഡ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ചുറ്റും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എയർ പുറത്തേക്ക് പോവാതെ നമുക്ക്, ഞാനിത് നീളത്തിലുള്ളൊരു തുണിയാണ് കേട്ടോ, അതിന് ഞാൻ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയിലൂടെ എൻ്റെ ഫോണ് വീണു കേട്ടോ, സ്റ്റാൻഡ് ശരിയല്ലാത്ത കാരണേ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ചുറ്റിയിട്ട് ഫുള്ളാക്കുക. ഇങ്ങനെ നമുക്കിനി കത്തിച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിക്കോട്ടെ, ഫുൾ തീ തന്നെ വെച്ചാൽ മതി.
ആയി വരുന്നില്ല. അപ്പോൾ നമുക്ക് കമ്മിയാക്കി വയ്ക്കാം കേട്ടോ. എല്ലാം പാടത്തുള്ള കല്ല കൂടയോനി എല്ലാവർക്കും കാരുണ്യമേകുന്നോനി എൻ്റെ ജല്ല ജലാലായ തമ്പുരാനേ വള്ളുന്ന നോവിനാലുള്ളം കാരിയുന്നു പെരിയോനേ നിന്നിൽ ശുക്രോതുന്നു എന്നും കനിവിന്നു വിളിക്കായെന്നും ഞാൻ കൈനീട്ടുന്നു. വല്ലാത്തതാണല്ല നിന്റെ കൂതരത്ത് വല്ലായ്മ നീക്കിത്തായി ലോകത്ത് എൻ കൊതി തീർത്ത് ഹിദായത്തിൽ എന്നെ ചേർക്ക്. എല്ലാം പാടത്തുള്ള അല്ല കൂടയോനി എല്ലാവർക്കും കാരുണ്യമേകുന്നോനി എൻ്റെ ജല്ല ജലാലായ തമ്പുരാനേ മക്ക മദീനയിൽ ചെന്നിയോതാനും നിലവും ഹക്കായ നാദന തേട്ടം കാവോളഗീതമെല്ലാം തീർത്ത് തേങ്ങും നിൻ കൽബിനി നീ തുണയ്ക്ക് എന്നും നേട്ടങ്ങളേകി സലാമത്താക്ക്. എല്ലാം പാടത്തുള്ള അല്ല കൂടയോനി എല്ലാവർക്കും കാരുണ്യമേകുന്നോനി എൻ്റെ ജല്ല ജലാലായ തമ്പുരാനേ പൊള്ളുന്ന നോവിനാലുള്ളം കാരിയുന്നു പെരിയോനേ നിന്നിൽ ശുക്രോതുന്നു കനിവിൻ തുള്ളിക്കായെന്നും ഞാൻ കൈനീട്ടുന്നു. എല്ലാം പാടത്തുള്ള കല്ല കൂടയോനി എല്ലാവർക്കും കാരുണ്യമേകുന്നോനി എൻ്റെ ജല്ല ജലാലായ തമ്പുരാനേ വല്ലാത്തതാണല്ല നിന്റെ കൂതരത്ത് നീക്കിത്താ വല്ലായ്മ നീക്കിത്തായി ലോകത്ത് എൻ കൊതി തീർത്ത് ഹിദായത്തിൽ എന്നെ ചേർക്ക്. എല്ലാം പാടത്തുള്ള അല്ല കൂടയോനി എല്ലാവർക്കും കാരുണ്യമേകുന്നോനി എൻ്റെ ജല്ല ജലാലായ തമ്പുരാനേ. വെള്ളത്തിൽ ചെറുതായിട്ടൊരു കുമിള വന്നിട്ടേ ഉള്ളൂ. കുറച്ചും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. കാണണ്ടോ കുമിള? അത് നല്ലോണം കാണട്ടെ കേട്ടോ. തീ കമ്മിയാക്കിയിട്ട് വെക്കണേ. നമ്മൾ ഫസ്റ്റ് തീ കൂട്ടിയിട്ട് പിന്നെ ആ ഒരു പുക വരുന്ന സമയത്ത് അതിൻ്റെ ആ ആവി വരുമല്ലോ, ആ സമയത്ത് നല്ലോണം കമ്മിയാക്കി വയ്ക്കുക. പിന്നെ ആ കമ്മി തന്നെ വേവിച്ച് വെച്ചാൽ മതി കേട്ടോ. കണ്ടില്ലേ പുക പുറത്തേക്ക് പോണത്? അപ്പോൾ അങ്ങനെ കുറച്ച് പോയാലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് പോകാൻ നിൽക്കണ്ട, നല്ലോണം അടച്ച് വെച്ചാൽ മതി. അലിവ് കൊണ്ടു നാവിൽ മധുപുരട്ടിയോനി അറിവ് കൊണ്ടു നേരിൽ എന്നെ നയിച്ചോനി നീ ചൊരിയുക നിറകതിരുകളീ യാത്രയിൽ
അലിവ് കൊണ്ടു നാവിൽ മധുപുരട്ടിയോനി അറിവു കൊണ്ടു നേരിൽ ഇന്നെ നയിച്ചോനി നീ ചൊരിയുക നിറകതിരുകളീ യാത്രയിൽ നിന്നെ മിനകവാതിൽ തുറന്നിടണേ. വെള്ളം ചെറുതായിട്ട് ചൂടായി. സൈഡിൽ കണ്ടില്ലേ നീരാവി വന്നിരിക്കണത് കാണുന്നുണ്ടോ? കമ്മിയാക്കി വെച്ച് കൊടുത്താൽ മതി. തീ നല്ലോണം കണ്ടില്ലേ, ആവി നല്ലോണം പുറത്തേക്ക് പോകുന്നുണ്ട്. അത് കുഴപ്പമില്ല. എന്തായാലും ചെറിയൊരു ബബിൾസ് വന്നിട്ടുണ്ട് കണ്ടില്ലേ സൈഡിൽ. അതാണ് കേട്ടോ അതിൻ്റെ അടയാളം. ആയി എന്നുള്ളത് നല്ല ചൂടായി. ആ ബബിൾസ് പൊട്ടും കൂടി വരട്ടെ, എന്നാലേ എല്ലാതും കരിഞ്ഞു പിടിക്കുള്ളൂ. അവിടെ ആ കരിഞ്ഞതിൻ്റെ നീരിറങ്ങി വരുന്നതാണ് കേട്ടോ നമുക്ക് ആ ലിക്വിഡായിട്ട് ഉപയോഗിക്കുന്നത്. കാണാൻ കഴിയുന്നുണ്ടോ നീരാവി? പാത്രത്തിൽ കണ്ടില്ലേ ഒരു ബബിൾസ് വന്നിരിക്കും ചെറുതായിട്ട്. അപ്പം അതൊക്കെ നമുക്കൊന്ന് അയച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നീരാവിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. വേണ്ട, ഇത്രയും ലിക്വിഡ് നമുക്ക് കിട്ടി. ഇത് കുറേ ആൾക്കാർക്ക് ഇടാം കേട്ടോ. എന്താണ് കരിഞ്ഞതിൻ്റെയൊക്കെ വരത് ചൂടുണ്ട് കേട്ടോ. ഇതാണ്ടോ കരിഞ്ഞ് പിടിച്ചിട്ട് വരുന്നുണ്ടല്ലേ ലിക്വിഡ്. ഇത്രയും ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്കിത് ഒരു 2 ഡപ്പിലാക്കി വെക്കാം കേട്ടോ. ഞാൻ കളർ പൊടി മേടിക്കുമ്പോൾ റെഡ് കളർ പൊടി മേടിക്കുന്ന സമയത്ത് കിട്ടുന്ന ചെറിയ ഡപ്പുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ആക്കി വെച്ചിരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് എടുക്കാനൊക്കെ സൗകര്യമാണ്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് മൈദ മിക്സ് ചെയ്തിട്ട് ഇളക്കാം. ഒരുപാട് ലൂസും പാടില്ല, എന്നാൽ ഒരുപാട് ടൈറ്റും പാടില്ല. അങ്ങനത്തെ രീതിയിൽ, അതായത് ഒഴുകി പോകാൻ പാടില്ല കേട്ടോ. ഒഴുകി പോകാത്ത വിധത്തിൽ നമ്മൾ ഇതിൽ കണ്ടില്ല ആ പരുവത്തിലാക്കിയിട്ട് നമുക്ക് നഖത്തിൽ തേച്ച് കൊടുക്കാം. ഇത് ഓർഗാനിക് ഹെന്നയാണ് കേട്ടോ, ഓർഗാനിക് നെയിൽക്കോണാണേ. ഞാൻ സാധാരണ ഓരോ മണിക്കൂറിടും, പിന്നെ അതിന് കളയും, പിന്നെ ഓരോ മണിക്കൂറിടും അതിന് കളയും. അങ്ങനെ ഒരു 2 വട്ടം തന്നെ ചെയ്യാറുള്ളൂ കേട്ടോ. 2-3 വട്ടം അങ്ങനെ നമ്മൾ ഇട്ടിട്ട് അതിനെ റെഡിയാക്കിയതാണെങ്കിൽ നല്ല കളറ് കിട്ടും. ഇത് കുറേ നേരം രാത്രി കിടക്കുന്ന സമയത്ത് ഇട്ടിട്ട് നേരം വെളുത്തിട്ട് കളഞ്ഞാലും മതി. ഡ്രൈ ശേഷം മാത്രമേ നമ്മൾ കിടക്കാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അത് എല്ലാവിടെയും ആവും. ഇനി നമുക്കിത് ഇതാക്കി വെച്ചത് ഇനി കഴുകാം കേട്ടോ. ഒരു 2 മണിക്കൂർ കഴിഞ്ഞു, കഴുകി നോക്കാം. നല്ല കളർ കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു വട്ടം കൂടി നല്ല ഡാർക്ക് കളർ വേണമെങ്കിൽ ഒരു വട്ടം കൂടി ഇട്ടോളൂ കേട്ടോ. ഞാനിതിപ്പോൾ ഒരു വട്ടം ഇട്ടിട്ടുള്ളൂ. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. രണ്ടിലിപ്പോൾ നല്ല കളർ വന്നിട്ടുണ്ട്. ഒരു വട്ടം ഇടുമ്പോൾ തന്നെ നല്ല കളർ വന്നിട്ടുണ്ട്.
ഇനി വേണമെങ്കിൽ ഒരു വട്ടം കൂടി ഇടാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.